ആശാവർക്കർമാരുടെ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്. ഈ ആശാവർക്കർമാരെന്ന് പറയുന്നവർ അവർ ചെയ്യുന്ന ജോലിയുടെ അത് ഒരു ക്വാണ്ടിഫൈ ചെയ്തിട്ടില്ല എപ്പോഴും. ശരിക്കും ഈ നഴ്സുമാരൊക്കെ ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴെ നിന്ന് അതിനേക്കാൾ 24/7 വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ആശാ വർക്കേഴ്സ്. അപ്പോൾ അവരുടെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ പഴയ കാലവും അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നല്ല നോക്കേണ്ടത്. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആ കാലഘട്ടത്തിലുള്ള പിന്നെ പെട്രോളിൻ്റെ വിലയിലല്ലോ ഇപ്പോൾ ഉള്ളത്. ആ കാലഘട്ടത്തിലുള്ള പിന്നെ വിലയും ഇപ്പോഴത്തെ വിലയും അത് നമ്മൾ രൂപയുടെ മൂല്യവും കൂടി നോക്കണമല്ലോ. ആ അർത്ഥത്തിൽ എൻ്റെ ഒരു സജഷൻ ഒരു 25,000 റുപ്പീസെങ്കിലും സെൻട്രലും സ്റ്റേറ്റും കൂടി അവർക്ക് വകവച്ച് കൊടുക്കണമെന്നുള്ളതാണ്. ഇതന്നെയാണ് ഞാൻ അങ്കണവാടിയുടെ കാര്യത്തിലും പറഞ്ഞുള്ളത്. ഞങ്ങളുടെ സമയത്താണ് ഞങ്ങളത് 10,000 ആക്കി ഉയർത്തിയത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ജീവിത ചെലവുകളൊക്കെ വർദ്ധിച്ച സാഹചര്യത്തിൽ അവരുടേത് ഒരു പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ അതേ ജോലികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടേതും 25,000 ആക്കണമെന്നുള്ളതാണ്. ഈ രണ്ടെണ്ണത്തിലും കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതിന് ആവശ്യമായിട്ടുള്ള സുരക്ഷ അവർക്ക് ആരോഗ്യ കാര്യങ്ങളിലുണ്ടാവണം. ഇതെല്ലാം വളരെ നിർബന്ധമായ കാര്യമാണ്. ഇത് നമ്മൾ പറയുമ്പം ഇത് പരിഹസിക്കുകയും നിങ്ങളുടെ കാലത്ത് എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നതിലൊന്നും അർത്ഥമില്ല. അത് ഓരോ കാലത്തിൻ്റെയും മൂല്യവും നമ്മൾ പിന്നെ രൂപയുടെ മൂല്യവും ഇപ്പോഴത്തെ മൂല്യവും ഒക്കെ പരിഗണിക്കണ്ടേ. ജീവിത ചെലവ് എത്രമാത്രം വർദ്ധിച്ചിരിക്കുന്നു, അതിനനുസരിച്ചിട്ടുള്ള ഇതല്ലേ കൊടുക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശമ്പളം എത്ര? പ്രധാനമന്ത്രിയുടെ ശമ്പളവും പ്രസിഡൻറ്റിൻ്റെ ശമ്പളമൊക്കെ എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇരട്ടി ശമ്പളമാണ് ഇപ്പോൾ PSC ചെയർമാന് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അത് കൊടുക്കുന്നതിനെക്കുറിച്ചല്ല ഞങ്ങൾ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇവിടെ ഈ സാധാരണക്കാരനെ തെരുവിൽ നിൽക്കുകയല്ലേ, ഇതിൻ്റെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കണ്ടേ. എല്ലാ ആവശ്യത്തിനും ഉപയോഗിക്കുന്നതാണല്ലോ ഈ പിന്നെ അംഗൻവാടി വർക്കർമാരെയും ഹെൽപ്പർമാരെയും അതുപോലെ തന്നെ ആശാ വർക്കേഴ്സിനെയും. എന്ത് ഗവൺമെൻറ് പരിപാടി ഉണ്ടെങ്കിലും ഇവരാണ് വിളിച്ച് സദസ്സുണ്ടാക്കണമെങ്കിൽ വരെ ഇവരാവശ്യമുണ്ട്. പക്ഷെ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അത് നോക്കാൻ ഇവിടെ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റ കഷ്ടമായൊരു കാര്യം.